ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിംഗ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. തുടക്കം തന്നെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് എക്കണോമിക് പ്ലാനിംഗ്? എന്താണ് എക്കണോമിക് പ്ലാനിംഗ്? സാമ്പത്തിക ആസൂത്രണം എന്നാലെന്ത്? എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദി പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി. എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനാണ്, തയ്യാറെടുപ്പാണ്. എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കമാണ്. എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കത്തെ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക ആസൂത്രണം. എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി. എന്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്? യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അഥവാ മുന്നൊരുക്കത്തെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എക്കണോമിക് പ്ലാനിംഗ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആക്സലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുന്നതിൽ സാമ്പത്തിക ആസൂത്രണം വളരെയധികം പങ്കുവഹിക്കുന്നു. അപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ആക്സലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് രാജ്യമാണ്, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്, സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അത് എക്കണോമിക് പ്ലാനിംഗ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആക്സലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദി പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. നമ്മളിവിടെ പറഞ്ഞു എക്കണോമിക് പ്ലാനിംഗ് പ്രിപ്പറേഷൻ ആണെന്നും ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്നും പറഞ്ഞു. അപ്പോൾ ആ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഏതെല്ലാം, സമൂഹത്തിൻ്റെ ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണ് എക്കണോമിക് പ്ലാനിംഗ്. ഒന്നാമത്തത് ഇക്വിറ്റി, തുല്യത; ഗ്രോത്ത്, വളർച്ച; സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം; മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ഈ 4 കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കത്തെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് പ്ലാനിംഗ്. അടുത്ത ഭാഗം, നമ്മുടെ രാജ്യത്ത് ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായിട്ടുണ്ട്. ഒരു സാമ്പത്തിക ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായിട്ടുണ്ട്. ആ ആസൂത്രണ കമ്മീഷൻ എങ്ങനെയാണ് രൂപീകരിച്ചത്, അത് രൂപീകരിക്കുന്നതിന് നയിച്ച സാഹചര്യങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. മൈൽ സ്റ്റോൺസ് ഇൻ എക്കണോമിക് പ്ലാനിംഗ്. മൈൽ സ്റ്റോൺസ് മീൻ നാഴികക്കല്ലുകൾ. എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് നയിച്ച നാഴികക്കല്ല് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണ കമ്മീഷനിലേക്ക് നയിച്ച നാഴികക്കല്ലുകൾ ഏതെല്ലാം എന്നാണ്. നോക്കേ, എക്കണോമിക് പ്ലാനിംഗ് വാസ് ഇനിഷ്യേറ്റഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കണം, പ്രിപ്പയർ എ നോട്ട് ഓൺ മൈൽ സ്റ്റോൺസ് ഇൻ എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണ കമ്മീഷനിലെ നാൾ വഴികളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. എക്കണോമിക് പ്ലാനിംഗ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ ഈവൻ ബിഫോർ ദ കൺട്രി ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചിരുന്നു. എക്കണോമിക് പ്ലാനിംഗ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ ഈവൻ ബിഫോർ ദ കൺട്രി ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്, അതായത് 1947 മുന്നേ തന്നെ നമ്മൾ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഇനി അടുത്തതായിട്ട് അവിടെ ആ സെൻറ്റൻസിന് പകരമായിട്ട് വേറൊരു സെൻറ്റൻസ് അവിടെ ചേർക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഡ്രെയിൻ തിയറിയൊക്കെ പഠിച്ചാണ്, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി. അടുത്ത ആ സെൻറ്റൻസിന് പകരമായിട്ട് വേറൊരു സെൻറ്റൻസ് അവിടെ വരണം. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ കോസ് ഓഫ് ദ സ്റ്റണ്ടഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായത് ഇന്ത്യയുടെ സാമ്പത്തിക അല്ലെങ്കിൽ വികസന മുരടിപ്പിന് അല്ലെങ്കിൽ സാമ്പത്തിക വികസനത്തിന് മുരടിപ്പിന് കാരണമായി മാറിയത് ആരുടെ നയമാണ്? ബ്രിട്ടീഷുകാരുടെ നയമെന്ന് പറയാൻ പറ്റില്ല, എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ കോസ് ഓഫ് ദ സ്റ്റണ്ടഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ സ്റ്റണ്ടഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റണ്ടഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് വികസന മുരടിപ്പ് എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ചർച്ച നടന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന 1885
1885 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വർഷവും ഓരോ സ്ഥലങ്ങളിൽ സമ്മേളിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് സമ്മേളിച്ചാണ് 1931 കറാച്ചി കോൺഫറൻസ്. അപ്പോൾ ആ കറാച്ചി കോൺഫറൻസിലെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ദ മെയിൻ അജണ്ട ഫോർ ഡിസ്കഷൻ ഇൻ ദ കറാച്ചി കോൺഫറൻസ് 1931. The main agenda for discussion in the Karachi Conference 1931 of the Indian National Congress was how to overcome the British exploitation and standard development. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അത് കറാച്ചി കോൺഫറൻസിലെ പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വെച്ച രണ്ട് കാര്യങ്ങളാണ്. ഹൗ ടു ഓവർകം, എങ്ങനെ തരണം ചെയ്യാം, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണം, ആൻഡ് സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ്, വികസന മുരടിപ്പും. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും വികസന മുരടിപ്പും എങ്ങനെ ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് ദ മെയിൻ അജണ്ട ഇൻ ദ ഡിസ്കഷൻ ഓഫ് എവിടത്തെയാണ് കറാച്ചി കോൺഫറൻസിൽ. ദ മെയിൻ അജണ്ട ഫോർ ഡിസ്കഷൻ ഇൻ ദ കറാച്ചി കോൺഫറൻസ് 1931 ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഹൗ ടു ഓവർകം ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് കറാച്ചി കോൺഫറൻസിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് കഴിഞ്ഞു അടുത്ത സംഭവമാണ് ഇൻ 1938. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. അത് 1931 കറാച്ചി കോൺഫറൻസിന് ശേഷം അടുത്തത് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകൃതമായി. കമ്മീഷനല്ല, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകൃതമാവുന്നു. വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാവുന്നു. അദ്ദേഹത്തെ തുടർന്ന് ഇറ്റ് വാസ് ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ. അതായത് ജവഹർലാൽ നെഹ്റു രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ തുടർന്ന് പുതിയൊന്ന് സംഭവിച്ചു. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ. ഒരു പുതിയ പദ്ധതി വന്നു, ബോംബെ പദ്ധതി. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ പ്രിപ്പയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഹു അസംബിൾഡ് ബോംബെ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അവരെവിടെയാണ് ഒത്തുകൂടിയത്? ഇറ്റ് വാസ് ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ. 1944 അവരെന്ത് കൊണ്ടുവന്നു? ഒരു ബോംബെ പദ്ധതി കൊണ്ടുവന്നു. അത് തയ്യാറാക്കിയത് പ്രിപ്പയർഡ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ്, തയ്യാറാക്കിയതാണ് ഒരു കൂട്ടം വ്യവസായികളാണ്. അവരെവിടെ ഒത്തുകൂടിയാണ് തയ്യാറാക്കിയത്? ഹു അസംബിൾഡ് ഇൻ ബോംബെ. അവർ ബോംബെയിൽ ഒത്തുകൂടി അവർ ബോംബെ പദ്ധതി തയ്യാറാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടാണ് അവർ ബോംബെയിൽ ഒത്തുകൂടി ബോംബെ പദ്ധതി തയ്യാറാക്കിയത്. അതിനുശേഷം ദ പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി, പ്രിപ്പയർഡ് ബൈ റിനൗണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് M.N. റോയ്, ആൾസോ ഹെൽപ്ഡ് ഇൻ ഷേപ്പിംഗ് ഇന്ത്യാസ് പ്ലാനിംഗ്. അതിനുശേഷം പ്രമുഖ സാമൂഹിക പ്രവർത്തനായ M.N. റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും ഇന്ത്യയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. അപ്പോൾ ആദ്യത്തത് 1931 കറാച്ചി കോൺഫറൻസിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഹൗ ടു ഓവർകം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തേത് 1938 നാഷണൽ പ്ലാൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ. തുടർന്ന് അടുത്ത ഭാഗം 1944 ബോംബെ പ്ലാൻ. അവർ എവിടെ ഒത്തുകൂടിയാണ്? ബോംബെയിൽ ഒത്തുകൂടിയാണ് തയ്യാറാക്കിയത്. അടുത്ത ഭാഗം റിനൗണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഒരു അറിയപ്പെടുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള M.N. റോയിയാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രമുഖ സാമൂഹിക പ്രവർത്തന M.N. റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. നെക്സ്റ്റ് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1948. 1948 ആദ്യത്തെ വ്യവസായ നയം. 1948 ആദ്യത്തെ വ്യവസായ നയം. ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ഫോർമുലേറ്റഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സ്ട്രെങ്തൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ പ്ലാനിംഗ്. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1948 ആദ്യത്തെ വ്യവസായ നയം കൊണ്ടുവന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ നമുക്ക് 1947 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായ നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസന ലക്ഷ്യത്തിന് കരുത്തേകി. അപ്പോൾ 1947 കൊണ്ടുവന്ന വ്യവസായ നയവും എന്നതിന് കാരണമായി മാറി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കൊണ്ടുവന്ന ആദ്യത്തെ വ്യവസായ നയവും ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് കുറച്ചുകൂടെ കരുത്തേകി. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന M. വിശ്വേശ്വരയ്യ. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? M. വിശ്വേശ്വരയ്യ. ഹു ഓതേർഡ് ദ ഫേമസ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. ആ കൃതി 1934 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നോക്കേ, the father of Indian planning, M. Vishweshwaraya, who authored the famous planned economy for India in 1934, gave clear direction to the economic planning. അപ്പോൾ M. വിശ്വേശ്വരയ്യ ആസൂത്രണ പിതാവെന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് M. വിശ്വേശ്വരയ്യയാണ്. അതും ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് കാരണമായി തീർന്നു.
ലാസ്റ്റ് ഇതിലെല്ലാം അവസാനത്ത് അറ്റ് ലാസ്റ്റ് ഇതിലൂടെയൊക്കെ അവസാനം ഇന്ത്യൻ ക്യാബിനറ്റ്, ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭ, ഇന്ത്യൻ കേന്ദ്ര മന്ത്രിസഭ വിച്ച് മെറ്റ് ഇൻ 15 മാർച്ച് 1950, അവർ 1950 മാർച്ച് 15 ഒത്തുകൂടി. അതിൻ്റെ റെസൊല്യൂഷൻ എന്നിട്ട് അവരെന്ത് പാസ്സാക്കി, അതിൻ്റെ പാസ്റ്റ് റെസൊല്യൂഷൻ എന്നിട്ട് അവർ ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കിയാണ് ടു എസ്റ്റാബ്ലിഷ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഒരു ആസൂത്രണ കമ്മീഷന് രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വർഷം നമ്മൾ ഓർത്തിരിക്കുക, പ്രധാനമായിട്ടും കറാച്ചി കോൺഫറൻസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1931 ഹൗ ടു ഓവർകം, രണ്ട് കാര്യങ്ങളാണ്. ഹൗ ടു ഓവർകം സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനെ രണ്ട് കാരണം. അടുത്ത് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. അടുത്ത് 1944 ബോംബെ പ്ലാൻ. അടുത്തത് പീപ്പിൾസ് പ്ലാൻ റിനൗണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായ എം.എൻ. റോയ് കൊണ്ടുവന്നത്. അടുത്ത 1944 ബോംബെ പ്ലാൻ. അത് കഴിഞ്ഞ് അതിനുശേഷം എം.എൻ. റോയുടെ ഒരു റിനൗണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായ എം.എൻ. റോയുടെ പീപ്പിൾസ് പ്ലാൻ. അടുത്തത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1948. അത് സ്വതന്ത്ര ഇന്ത്യയിലാണ് വന്നത്, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലാണ് 1948. അതും അതിൽ ഏറ്റവും അവസാനമായിട്ട് എം വിശ്വേശ്വരയ്യ, ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതിയും ക്ലിയർ ഡയറക്ഷൻ നൽകുന്നതിന് കാരണമായി മാറി. അവസാനം ഇന്ത്യൻ ക്യാബിനറ്റ് വെച്ച് മെറ്റ് അത് 1950 മാർച്ച് 15 ഒത്തുകൂടുകയും ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയത്തിലൂടെ അവർ ഇത് പാസ്സാക്കുകയും ചെയ്യുകയാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരികയും ചെയ്യുന്നു, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. 1938 പ്ലാനിംഗ് കമ്മിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. 1944 എന്താണ്, ബോംബെ പ്ലാൻ. ഓർമ്മയുണ്ടല്ലോ, ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് അസംബിൾഡ് ഇൻ ബോംബെ അല്ലേ. അടുത്ത് 1948 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി അല്ലേ, ആദ്യത്തെ വ്യവസായ നയം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വ്യവസായ നയം. അതിനുശേഷം 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക. അടുത്ത ഭാഗം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ലക്ഷ്യം ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച. രണ്ടാമത്തേത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. അടുത്തത് സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയത്വം. ഇക്വിറ്റി മീൻസ് തുല്യത. ഇനി നമ്മൾ ഓരോന്നിനെയും നമ്മളതിനെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്, ഓരോന്ന് ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണ് എക്കണോമിക് പ്ലാനിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എക്കണോമിക് പ്ലാനിംഗ് എന്നാൽ എന്ത്. എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദി പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിംഗ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എക്കണോമിക് പ്ലാനിംഗ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആക്സിലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. ഇതാണ് ഇപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് നേടിയെടുക്കുന്നതിനുള്ള എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ, അതായത് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി എന്നിവ നേടിയെടുക്കുന്ന തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗ്രോത്ത് എന്നാൽ എന്താണ്. ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച. എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെ വിളിക്കുന്ന പേരാണ് വളർച്ച. അപ്പോൾ സാധനങ്ങളെന്ന് പറയുന്നത് നമ്മൾ വ്യവസായശാലകളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സാധനങ്ങളെന്ന് പറയുന്നത്. സേവനങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ട്രാഫിക് പോലീസിങ് സേവനമാണ്, ഹോസ്പിറ്റൽ സേവനമാണ് അല്ലേ, അതുപോലെ ടീച്ചിങ് ഒരു സേവനമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സേവന മേഖലയാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെ വിളിക്കുന്ന പേരാണ് വളർച്ച. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉൽപ്പാദന വർധനമാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് എന്നുള്ള സെൻറ്റൻസ് വേണ്ട, അതിന് പകരമായിട്ട് നമുക്ക് ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ് ത്രൂ, ഗ്രോത്ത് നമ്മൾ നേടിയെടുക്കുന്നത് അങ്ങനെ ആക്കണം. ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ് ത്രൂ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. അതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളിലൂടെയാണ് നമ്മൾ എന്ത് നേടിയെടുക്കുന്നത്? എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച നേടിയെടുക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് ഈസ് അച്ചീവ്ഡ് ത്രൂ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി സെക്ടേഴ്സ് ഓഫ് എക്കോണമി. നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്?
ഗ്രോത്ത് നേടിയെടുക്കുന്നത് പ്രാഥമിക തലത്തിലൂടെയും ദ്വിതീയ തലത്തിലൂടെയും തൃതീയ തലത്തിലൂടെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഓൺ ദ ബേസ് ഓഫ് ദ ഗ്രോത്ത് ഇൻ ഔട്ട്പുട്ട് ഇൻ ദി സെക്ടേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളിലെ ഉൽപ്പാദന വർധനവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വളർച്ച കണക്കാക്കാവുന്നതാണ്. അത് എക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഓൺ ദ ബേസ് ഓഫ് ഗ്രോത്ത് ഇൻ ഔട്ട്പുട്ട് ഇൻ ദി സെക്ടേഴ്സ്. അതായത് നമ്മൾ മനസ്സിലാക്കിയ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളെ വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ആ ഗ്രോത്ത് എത്രമാത്രം രാജ്യത്ത് വളർച്ചയുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏതെല്ലാം ഇൻ വാട്ട് ആൾ സെക്ടേഴ്സ് ഇറ്റ് ക്യാൻ ബി സീൻ, നമുക്ക് ഏതെല്ലാം മേഖലകളിൽ കാണാൻ സാധിക്കും? നമുക്ക് ഈ ഏതെല്ലാം കൃത്യമായ ഏതെല്ലാം മേഖലകളാണ് അത് കാണാൻ സാധിക്കുന്നത് നോക്കിയേ. ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇൻ അഗ്രികൾച്ചർ. പ്രധാനമായിട്ടും ഏത് മേഖലയിലുള്ളതാണ്? കാർഷിക മേഖലയിലുള്ള വർധനവ്. അടുത്തത് ആൻഡ് ഇൻഡസ്ട്രി, കാർഷിക മേഖലയിലെയും വ്യാവസായിക മേഖലയിലെയും വർധനവ്, ഉൽപ്പാദന വർധനവ്. അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വർധനവ്. ഹോസ്പിറ്റൽസ് അല്ലേ, ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽ, ആശുപത്രികളുടെ വർധനവ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വർധനവ്. കച്ചവട സ്ഥാപനങ്ങൾ, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. എനർജി പ്രൊഡക്ഷൻ, ഊർജ്ജോൽപാദനം, വിൻമില്ല് അങ്ങനെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, അതൊക്കെ ഊർജ്ജോൽപാദനം. എനർജി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ ഊർജ്ജോൽപാദന മേഖലയെന്ന് പ്രത്യേകിച്ച് പറയുന്നത് വിൻമില്ല്, ഇതിൻ്റെയൊക്കെ മേഖലയുടെ വർധനവ്, എക്സ്പോർട്ട്, കയറ്റുമതി എക്സെട്ര കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഗ്രോത്ത്. ഇതെല്ലാം സാമ്പത്തിക വളർച്ചയെ വളരെ ഉൾപ്പെടുന്നതാണ്. എക്കണോമിക് ഗ്രോത്ത് ഈസ് ഇൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഫോർ എക്കണോമിക് പ്ലാനിംഗ് ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു നാഷണൽ പ്രോഗ്രസ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ട് വളർച്ച ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി കണക്കാക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യം ഒരു ഘടകമാണെന്ത്? വളർച്ച എന്ന് പറയുന്നത്. അതുണ്ടായാലും മാത്രമേ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായത് കൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യം ഒരു ഘടകമാണെന്ത്? വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആസൂത്രണം എന്ന് പറയുന്നത് പ്ലാനിങ് എക്കണോമിക് പ്ലാനിങ്ങിൽ ഒരു പ്രധാന ലക്ഷ്യമാണെന്ത്? എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വളർച്ച കൈവരിക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഇത്രയേ പറയുന്നുള്ളൂ. വളർച്ച എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വർധനമാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ദ കൺട്രി. അതെങ്ങനെയാണ് നമ്മൾ കൈവരിക്കുന്നത്? ഏത് വഴിയിലൂടെയാണ്? ത്രൂ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലൂടെ. അടുത്തത് ഈ മേഖലകളിലെ നേരത്തെ പറഞ്ഞ പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ഉൽപ്പാദന വർധനവ് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് അളക്കാൻ സാധിക്കും. വളർച്ചയെ അളക്കാൻ അല്ലെങ്കിൽ കണക്കാക്കാൻ സാധിക്കും. ഇനി ഓരോ മേഖല എവിടെയൊക്കെ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളത്, കാർഷിക വ്യാവസായിക മേഖലയിലെ വർധനവ്, വാർത്താവിനിമയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ആശുപത്രികൾ മെച്ചപ്പെടുത്തൽ, ധനകാര്യ സ്ഥാപനങ്ങളുടെ വർധനവ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വർധനവ്, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജ്ജോൽപാദനം, കയറ്റുമതി തുടങ്ങിയവയുടെ വർധനവ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം നോക്കിയേ, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. Development in machinery and technology have led to increase in productivity and simplification of manual labor. Modernization is making use of the latest technology. അപ്പോൾ ഇവിടെ ഏറ്റവും എടുത്തു പറയുന്നു യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത്. അപ്പോൾ ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഷീനറി ആൻഡ് ടെക്നോളജി, എന്തിൻ്റെ വർധനവാണ്? മെഷീനറി, യന്ത്ര സാങ്കേതിക വിദ്യയുടെ വർധനവ്. ഹാവ് ലെഡ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, എന്ത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരും? ഉൽപ്പാദന വർധനവിനും. ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ, മനുഷ്യ പ്രയത്നം കുറയ്ക്കുന്നതിനും കാരണമായി തീരും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. മെഷീനറി ആൻഡ് ടെക്നോളജി, യന്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. ഹാവ് ലെഡ് ടു ഇൻക്രീസ്, അത് വർദ്ധിപ്പിക്കും. എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ, നമ്മുടെ അധ്വാനം ലഘൂകരിക്കുന്നതിലേക്കും അല്ലെങ്കിൽ അധ്വാനം കുറയ്ക്കുന്നതിലേക്കും. പഴയ കാലത്ത് കൃഷി നടത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെയാണ് കൃഷി നടത്തുന്നത് അല്ലേ? മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെയാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രാക്ടറൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്? തൊഴിൽ കുറയ്ക്കാൻ സാധിക്കും, തൊഴിലിൻ്റെ അധ്വാനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേസമയം ഉൽപ്പാദന വർധനവും ഉണ്ടാവുകയും ചെയ്യും. അതാണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഇൻ മെഷീനറി ആൻഡ് ടെക്നോളജി ഹാവ് ലെഡ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ. മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ഒറ്റ വാക്കിൽ പറയുന്നു മോഡേണൈസേഷൻ എന്നാൽ എന്തെന്ന് പറയുന്നു. മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. ഏറ്റവും അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തലാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി മോഡേണൈസേഷൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് പറയുകയാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് മോഡേണൈസേഷൻ? മോഡേണൈസേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? മോഡേണൈസേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ആധുനികവൽക്കരണം ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കി. അല്ലേ, നമ്മൾ ബസ് കാറൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേഗത്തിലാക്കാൻ സാധിക്കുന്നു. മോഡേണൈസേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് ദ പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. രണ്ടാമത്തെ, ഇറ്റ് ഹാസ് ബ്രോട്ട് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ് ഓഫ് ടൈം. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക നേട്ടവും സമയലാഭവും ഉണ്ടാക്കുന്നു. അല്ലേ, ഇറ്റ് ഹാസ് ബ്രോട്ട് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ് ഓഫ് ടൈം. അതിലൂടെ നമുക്ക് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കുന്നു, സമയലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ. മൂന്നാമത്തത്, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻസ്. അതായത് മൂന്നാമത്തെ പോയിന്റ്, ജീവിത നിലവാരം സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറും. അതായത് മോഡേൺ മീൻസ് ഓഫ് അത്യാധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻ, നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ഫോണൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും. ആൻഡ് ബ്രിങ് ഗവൺമെൻറ് സർവീസസ് ക്ലോസ് ടു ദ പീപ്പിൾ വിത്തൗട്ട് ഡിലേ. അപ്പോൾ ഗവൺമെൻറ് സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉപകരിക്കുന്നു. അല്ലേ, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തുന്നു. അല്ലേ, ഇതൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിനും മോഡേണൈസേഷൻ സഹായമാണ്. കുറച്ച് പോയിൻ്റേ ഉള്ളൂ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഒന്ന്. രണ്ടാമത്തത്, ബ്രോട്ട് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ് ഓഫ് ടൈം. സാമ്പത്തിക നേട്ടവും സമയലാഭവും കൊണ്ടുവരുന്നു. അടുത്ത മൂന്നാമത്തെ, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻ ആൻഡ് സെക്യൂരിറ്റി. ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടുത്തത്, ബ്രിങ് ഗവൺമെൻറ് സർവീസസ് ക്ലോസ് ദ പീപ്പിൾ വിത്തൗട്ട് ഡിലേ. കാലതാമസം കൂടാതെ ഗവൺമെൻറ് സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഇതാണ് അഡ്വാൻറ്റേജ്. ഇനി സമൂഹത്തിൽ വാട്ട് ആർ ദ സോഷ്യൽ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ സൊസൈറ്റി ഡ്യൂ ടു മോഡേണൈസേഷൻ. അപ്പോൾ എന്തെല്ലാമാണ് മാറ്റങ്ങൾ? മോഡേണൈസേഷൻ്റെ ഫലമായിട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നോക്കിയേ, വാട്ട് ആർ ദ സോഷ്യൽ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ സൊസൈറ്റി ഡ്യൂ ടു മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ്റെ ഫലമായിട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? നോക്കിയേ, മോഡേണൈസേഷൻ ഈസ് നോട്ട് ഓൺലി യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി. മോഡേണൈസേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ സോഷ്യലിൻ്റെ കാര്യം പറയുമ്പോൾ ചില മാറ്റി പറയുകയാണ്. മോഡേണൈസേഷൻ ഈസ് നോട്ട് ഓൺലി യൂസിങ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ബട്ട് ആൾസോ മേക്കിംഗ് ദ ചേഞ്ച് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് ദ സൊസൈറ്റി. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തൽ മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൂടിയാണ് എന്ത്? മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആധുനികവൽക്കരണം നൂതന സാങ്കേതികവിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണത്. അതിൽ ഏറ്റൊക്കെയാണെന്ന് നോക്കിയാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇവിടെ പ്രവേശിച്ചിരുന്നില്ല, ശബരിമലയിൽ പ്രവേശിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികവൽക്കരണം വന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. അല്ലേ, അങ്ങനെ കാഴ്ചപ്പാടിൽ പെൺകുട്ടികൾ പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തുണ്ട്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, അവർക്ക് സ്വത്തവകാശമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. മോഡേണൈസേഷൻ ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ റൈറ്റ്സ്. പ്രധാനമായിട്ട് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം കൊണ്ടുവരുന്നു, സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരുന്നു, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ഓപ്പൺനെസ് ടു സോഷ്യൽ ചേഞ്ചസ്. പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയും ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ആധുനികവൽക്കരണം കൊണ്ടുവന്ന മോഡേണൈസേഷൻ ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ റൈറ്റ്സ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും അവിടെ പറഞ്ഞോളൂ. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് മെഷീനറി ആൻഡ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബറായിട്ട് മാറും. അതായത് അധ്വാനം കുറയുകയും ചെയ്യും. പിന്നെ എടുത്ത് പറയുന്ന മോഡേണൈസേഷൻ എന്ന് പറയുന്നത് യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും അത്യാധുനിക സാങ്കേതിക ഉപയോഗപ്പെടുത്തലാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത അതിൻ്റെ നേട്ടങ്ങളാണ് പറയുന്നത്. മോഡേണൈസേഷൻ ഇംപ്രൂവ്ഡ് പേസ് ഓഫ് ട്രാവൽ. അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജ് പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. വളരെ വേഗത്തിലാകുന്നു. ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കുന്നു. സമയലാഭം, ഇപ്പോൾ എക്കണോമിക് സാമ്പത്തിക പുരോഗതിയും സമയലാഭവും കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ മോഡേൺ മീൻസ് ഏറ്റവും അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ലിവിങ് കണ്ടീഷൻ ബെറ്റർ ആക്കുന്നു. അതുപോലെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സർവീസസ്, ഗവൺമെൻറ് സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ഇനി അവസാനം പറയുന്നു, മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി, അത് എന്തുകൂടിയാണ്? ചേഞ്ച് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് ദ സൊസൈറ്റി. അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൂടിയാണത്. മോഡേണൈസേഷൻ ഇൻവോൾവ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ റൈറ്റ്സ്. പ്രത്യേകിച്ച് എന്താണ്? സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷിതത്വത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ആൻഡ് ഓപ്പൺനെസ് ടു സോഷ്യൽ ചേഞ്ചസ്. ഇതെല്ലാം മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയും എന്നതിൻ്റെ ഭാഗമാണ് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അടുത്ത സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയത്വം.
എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കൽ എന്നാണ് അർത്ഥമാക്കുന്നത് സ്വാശ്രയത്വം. സ്വന്തമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കൽ, അതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയെ നമ്മൾ കൊള്ളയടിച്ചെന്ന് പറഞ്ഞു ദാദാഭായ് നവറോജി ട്രെയിൻ തിയറിയിലൂടെ, അല്ലേ? ചോർച്ചാ സിദ്ധാന്തത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയതാണ് നമ്മുടെ സമ്പത്തെല്ലാം ആര് ചോർത്തിക്കൊണ്ടുപോയി? ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോയി, അല്ലേ? അപ്പോൾ ആ സമയം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ സമയത്ത് ഇന്ത്യക്ക് ദാരിദ്ര്യമായിരുന്നു അവസാനം ലഭിച്ചത്. അപ്പോൾ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവിടെ പാരഗ്രാഫ് അവിടെ തൊട്ട് നോക്കിയാൽ മതി നിങ്ങൾ. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, സെൻറ്റൻസ് കണ്ടോ അവിടെ? അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഗുഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അത് വേണ്ട. അതിനുശേഷം അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ബാക്കി അവിടെ ഇങ്ങനെ ആക്കണം. ഇന്ത്യ ഹാഡ് ഡിപ്പെൻഡ് ഓൺ അതർ കൺട്രീസ് ഫോർ ഫുഡ് ഗ്രെയിൻസ്. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഹാഡ് ഡിപ്പെൻഡ് ഓൺ അതർ കൺട്രീസ് ഫോർ ഫുഡ് ഗ്രെയിൻസ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് തന്നെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നു. ഇനി എന്താണ് സെൽഫ് റിലയൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇവിടെ എടുത്തു പറയുന്നു. The aim of self-reliance is to attain self-sufficiency in agriculture, industrial and service sectors using the available resources and avoid foreign dependence. അപ്പോൾ നോക്കിയാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോഗപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലഭ്യമായ നമുക്കുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം മേഖലയിലാണ്? അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, സേവന മേഖലയിലെല്ലാം നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുകയും സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുകയും. ഏതെല്ലാം മേഖലയിലാണ്? ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് ഈസ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി. സെൽഫ് സഫിഷ്യൻസി എന്ന് അർത്ഥമാക്കുന്നത് സ്വയം പര്യാപ്തതയാണ്. ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് ഈസ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത കൈവരിക്കുക. ഏതെല്ലാം മേഖലയിലാണ്? ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ, ഇൻഡസ്ട്രിയൽ, വ്യാവസായിക മേഖലയിൽ, സർവീസ് സെക്ടേഴ്സ്, സേവന മേഖലയിലെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കുക. എന്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്? യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുക. എന്നിട്ട് ഒരു കാര്യം ഇവിടെ പറയുന്നു, ആൻഡ് ടു അവോയ്ഡ് ഫോറിൻ ഡിപ്പെൻഡൻസ്. എന്ത് ഒഴിവാക്കുകയും ചെയ്യുക? വിദേശ ആശ്രയത്വം ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് റിലയൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി വിൽ ഹെൽപ്പ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ നേഷൻ. അപ്പോൾ അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജ്ജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്ത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകും. അടിസ്ഥാന വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഊർജ്ജോൽപാദനം എന്ന് വെച്ചാൽ വിൻമില്ല് അങ്ങനെയുള്ള മേഖല, ഊർജ്ജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കൽ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി തീരും. അവിടെ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു സിമ്പിളായിട്ട് പറയുന്നു. നമ്മൾ എന്ത് ഒഴിവാക്കുകയാണ്? അവിടെ വിദേശ ആശ്രയത്വം ഒഴിവാക്കുകയും സ്വന്തമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഏതെല്ലാം മേഖലയിലാണ്? ഇൻഡസ്ട്രിയൽ, സർവീസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്. അവിടെ അത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം അടുത്ത ഇക്വിറ്റി അഥവാ തുല്യത. The objective of equity will be attained when all citizens receive basic necessities of life such as food, clothing, shelter, education, drinking water, health protection and righteous distribution of wealth. പ്രത്യേകിച്ച് പറയുന്നു, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാകുകയും ചെയ്യുക എന്നുള്ളതാണ് തുല്യത ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ നോക്കിയാൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി, തുല്യതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി വിൽ ബി അറ്റൈൻഡ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ആൾ സിറ്റിസൺ, എപ്പോഴാണ് എല്ലാ പൗരന്മാർക്കും റിസീവ് കിട്ടുക? എപ്പോഴാണ്? ബേസിക് നെസസിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടേണ്ടത്? അടിസ്ഥാന ആവശ്യങ്ങളായ ഏതൊക്കെയാണ്? ലൈഫ് സച്ചാസ് ഫുഡ്, ഭക്ഷണം, ക്ലോത്തിങ്, അല്ലേ, വസ്ത്രം, അതുപോലെ തന്നെ പാർപ്പിടം, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഡ്രിങ്കിങ് വാട്ടർ, അല്ലെ, കുടിവെള്ളം, ഹെൽത്ത് പ്രൊട്ടക്ഷൻ, അല്ലേ, ആരോഗ്യരക്ഷ, ആൻഡ് റൈച്ചസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. എല്ലാവർക്കും പണക്കാരനും പാവപ്പെട്ടവനൊന്നും ഇല്ലാതെ എല്ലാവർക്കും സമ്പത്ത് നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടുക എന്നിവ സാധ്യമാകുമ്പോൾ മാത്രമാണ് തുല്യതയുടെ ലക്ഷ്യം എന്ത് ചെയ്യുന്നത്? നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു, എൻഷുറിങ് ഇക്വിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ദ പീപ്പിൾ ടു ബെനിഫിറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഗ്രോത്ത്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. അപ്പോൾ എൻഷുറിങ് ഇക്വിറ്റി എന്ത് ഉറപ്പുവരുത്തുകയാണ്? അതായത്
ഇക്വിറ്റി ഉറപ്പുവരുത്തിയാൽ മാത്രമേ എൻഷുറിങ് ഇക്വിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ദ പീപ്പിൾ ടു ബെനിഫിറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഗ്രോത്ത്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയുടെ പ്രയോജനം വളർച്ചയുടെയും അതായത് ഗ്രോത്തിൻ്റെയും മോഡേണൈസേഷൻ്റെയും സെൽഫ് റിലയൻസിൻ്റെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ പൂർണ്ണമായും ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉറപ്പാക്കണം? എൻഷുറിങ് ഇക്വിറ്റി എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും പ്രധാനമുള്ളത്? ഇക്വിറ്റി, തുല്യത. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ നമ്മുടെ ഭാഗം ആദ്യം ഇവിടെ എക്കണോമിക് പ്ലാനിങ് എന്നാണെന്ന്. എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ടു അച്ചീവ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, അല്ലേ? ലഭ്യമായ വിഭവങ്ങൾ. പിന്നെ ഇവിടെ അടുത്ത മൈൽ സ്റ്റോൺസ് എക്കണോമിക് പ്ലാനിങ് 1931 കറാച്ചി കോൺഫറൻസ്, അടുത്ത 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, അടുത്ത 1944 ബോംബെ പ്ലാൻ, അടുത്തത് മൺട്രോയുടെ പീപ്പിൾസ് പ്ലാൻ, അടുത്തത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1948 പിന്നെ അതിനുശേഷം ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ലാസ്റ്റ് പാർട്ട് 15 മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. അടുത്ത ഭാഗം ഒരു ആക്ടിവിറ്റി. അടുത്ത ഭാഗത്തിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നു വളർച്ച നമ്മൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജ്യത്തിൻ്റെ സാധനങ്ങളുടെ സേവനങ്ങളുടെ വർധനവിലൂടെയാണ് വളർച്ച. ഒരു രാജ്യത്തിലെ സാധനങ്ങളുടെ സേവനങ്ങളുടെയും വർധനവിനെയാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മൾ നേടിയെടുക്കുന്ന പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിലൂടെയാണ് നേടിയെടുക്കുന്നത്. പിന്നീട് പറയുന്നു ഏതെല്ലാം മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഹോസ്പിറ്റലിൻ്റെ വർധനവ്, ഇൻഡസ്ട്രിയുടെ വർധനവ്, അല്ലേ? അങ്ങനെ ഓരോ മേഖലയുടെ വർധനവ് പറഞ്ഞു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത മോഡേണൈസേഷൻ പറഞ്ഞു. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി യൂസിങ്, അതായത് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി ആണെന്ന് ആദ്യം പറയും. പിന്നീട് അത് അതിന് അഡ്വാൻറ്റേജ് പറയുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് നോട്ട് ഓൺലി യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി, അതെന്താണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ വ്യത്യാസം കൂടിയാണെന്ന് പറയുന്നു. ലാസ്റ്റ് പാർട്ട് സെൽഫ് റിലയൻസ്. ലാസ്റ്റ് പാർട്ട് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക, വിദേശ രാജ്യങ്ങളെ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതിരിക്കുകയും നമ്മൾ ഏതെല്ലാം മേഖലയിലാണ് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ഭാഗം ഇക്വിറ്റി, തുല്യത. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി, അതായത് ഇക്വിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് എന്നിവയുടെ അർത്ഥം, എന്നിവയുടെ കറക്റ്റായ ഫലം, ആ ഫ്രൂട്ട്, അതാണ് ഫലം നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഉറപ്പുവരുത്തണം. ഇത്രയേ ഉള്ളൂ.